ഒരു പ്രശ്നം വന്നാൽ പിന്നെ ഞാനത് അതെവിടെയെങ്കിലും പിടിച്ച് കെട്ടിയിട്ടുള്ള കാര്യമുള്ളൂ. ഞങ്ങൾ തൃശ്ശൂർക്കാർ പറയണ മാതിരി ഈ പറയുന്ന മൃഗസ്നേഹികൾ മട്ടനും ചിക്കനും കഴിക്കും. എന്തുകൊണ്ട് ഇവിടെ മാത്രം തെരുവുനായ്ക്കൾ അലഞ്ഞ് നടക്കുന്ന ആ ഒരു ജാള്യത നമ്മുടെ നേതാക്കളുടെ ഉള്ളിൽ എന്താ വരാത്തത്? അത് വരുമ്പോൾ മാത്രം എന്താ കണ്ണടയ്ക്കുന്നത്? എത്ര നാൾ എത്ര പേരെ കബളിപ്പിക്കാൻ പറ്റും? കുറച്ച് നാൾ വേണമെങ്കിൽ പറ്റുമായിരിക്കും. കണ്ണ് കാണാൻ പറ്റാണ്ടായി, ചെവി കേൾക്കാൻ പറ്റാണ്ടായി. അപ്പോൾ അങ്ങനെ സ്ട്രേറ്റ് അവേ കോടതിയിൽ എനിക്ക് മേഴ്സി കില്ലിങ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് കോടതി കൊടുത്തു. അവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നത് അത് ഓൾറെഡി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അത് അയാളുടെ സൈഡിൽ നിന്നുള്ളൊരു മിസ്റ്റേക്ക് കൊണ്ടാണ്. ഞാൻ ധാരാളം കോപ്പി ചെയ്തിട്ടുണ്ട്. എനിക്കൊരു മടിയില്ല അത് പറയാനായിട്ട്. ദിലീപ് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, അയാൾ കീബോർഡൊക്കെ വായിക്കും. അപ്പോൾ അയാളെ കൊണ്ട് നമുക്കതിൻ്റെ മ്യൂസിക് ഉണ്ടാക്കിയിരിക്കാം. അങ്ങനെ ഫേമസ് ആയപ്പോൾ അതേ പരസ്യം തന്നെ ഞങ്ങൾ കുറേ നാൾ ഉപയോഗിച്ചു. വി-ഗാർഡ് ഗ്രൂപ്പ് ഇത്രയും വരെ എത്തണമെങ്കിൽ 48 വർഷം എടുത്തിട്ടാണ്. വാൾ പെയിൻറ്റിങ് ഒക്കെ ചെയ്യും, ചെറിയ ഹോർഡിങ് വയ്ക്കും. അങ്ങനെ പടിപടിയായിട്ട് തന്നെയായിരുന്നു ഉയർന്നു വന്നത്. ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ വിജയിക്കണമെങ്കിൽ പല ഘടകങ്ങളുണ്ട്. അതായത് പരസ്യം മാത്രം പോരാ. ലൈഫ് ലൈനിൽ ഇന്ന് നമ്മളോടൊപ്പം കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നും തന്നെ ഇല്ല. നമസ്കാരം സാർ. നമസ്കാരം. വർഷങ്ങൾക്ക് മുൻപ് ഒരു കമ്പനിയിൽ ജോലിക്ക് പോകുന്നു. അതിനുശേഷം കുറച്ച് നാൾ അവിടെ നിന്നതിന് ശേഷം സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങണമെന്ന് സാർ ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ട് വായ്പ കിട്ടാനായിട്ട് ബാങ്കുകളിൽ പോകുന്നു. അപ്പം വായ്പ കിട്ടാത്ത സാഹചര്യങ്ങളുണ്ടാകുന്നു. അപ്പോഴാണ് സാറിൻ്റെ പിതാവ് സാറിന് 1 ലക്ഷം രൂപ തന്ന് സഹായിക്കുകയും സാറിൻ്റെ പുതിയ സംരംഭം തുടങ്ങുകയും ചെയ്യുന്നത്, വി-ഗാർഡിൻ്റെ പുതിയ സംരംഭം തുടങ്ങുകയും ചെയ്യുന്നത്. അങ്ങനെ ആ സ്റ്റെബിലൈസർ സാറ് എനിക്ക് തോന്നുന്നു 495 രൂപയ്ക്കാണെന്ന് തോന്നുന്നു സാർ ആ സ്റ്റെബിലൈസർ ആദ്യമായിട്ട് വിൽക്കുന്നത്. പിന്നീട് ഇങ്ങോട്ട് ഒരുപാട് കാലങ്ങൾ കടന്നുപോയി. സാറിൻ്റെ ബിസിനസ് നന്നായി വന്നു, ലോകം മൊത്തം അറിയാൻ തുടങ്ങി. അപ്പോൾ സാറ് ഇപ്പോൾ ഇടയ്ക്ക് ആ 20 വയസ്സുകാരൻ അല്ലെങ്കിൽ 27 വയസ്സുകാരനെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? സാറ് ആലോചിക്കാറുണ്ടോ അന്നത്തെ കാലങ്ങളെ പറ്റി? ഞാൻ അധികം ആലോചിക്കാറില്ല. പിന്നെ ഇപ്പോൾ കുട്ടി ചോദിച്ച കാരണം കൊണ്ട് ഓർക്കുമ്പോൾ പറയുകയാണെങ്കിൽ അന്നത്തെ അവൈലബിൾ സാഹചര്യങ്ങളനുസരിച്ച് എനിക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്തു. അത് കുറേശ്ശെ പടിപടിയായിട്ട് വിജയിക്കാൻ സാധിച്ചു. ഞാൻ പറയും, ഞാൻ അത്ര വലിയ നേട്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഞാൻ ഇത്രയും അല്ലെങ്കിൽ വി-ഗാർഡ് ഗ്രൂപ്പ് ഇത്രയും വരെ എത്തണമെങ്കിൽ 48 വർഷം എടുത്തിട്ടാണ്. എനിക്ക് ശേഷം തുടങ്ങിയിട്ടുള്ളവരൊക്കെ വി-ഗാർഡ് ഗ്രൂപ്പിനേക്കാളും ഡബിൾ ടേൺ ഓവർ ആയിട്ടുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അത്ര വലിയ മിടുക്കൊന്നും നമുക്ക് അഭിമാനിക്കാനില്ല എന്നെനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ഈ 48 വർഷം ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് സ്ട്രഗിൾ ചെയ്ത് ഇവിടെ കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. കാരണം ഇപ്പോൾ ഒരുപാട് പുതിയ തലമുറയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അന്നത്തെ കാലത്ത് അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും തുടക്കത്തിൽ ഗ്രോത്ത് സ്ലോ ആയിരുന്നു, വളരെ സ്ലോ ആയിരുന്നു. ഇഴഞ്ഞ് തന്നെയാണ് നീങ്ങിയിരുന്നത്. പിന്നെ പടിപടിയായിട്ട് നേരത്തെ സൂചിപ്പിച്ച മാതിരി ഇന്ത്യ പരന്ന് കിടക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ മാത്രമല്ല ബിസിനസ് മറ്റ് സംസ്ഥാനങ്ങളിലും മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങോട്ട് പതുക്കെ വ്യാപിപ്പിച്ചു, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. അപ്പോൾ പ്രൊഡക്ഷനും അവിടേക്ക് വ്യാപിപ്പിച്ചു. അങ്ങനെ ഉള്ള തീരുമാനങ്ങൾ പിൽക്കാലത്ത് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സാർ ആദ്യകാലങ്ങളിലൊക്കെ ഇത് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പോയിരുന്നത് സാറിൻ്റെ ഒരു പഴയ സ്കൂട്ടറിലാണ്. ആ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിലൊക്കെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുകയും ഇങ്ങനെ ആളുകളിലേക്ക് അത് എത്തിക്കണം എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ആലോചിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അതെങ്ങനെയായിരുന്നു സാർ അത് പ്രോസസ്സ് ചെയ്തത്? അതാണ് ഇപ്പോഴത്തെ മാർക്കറ്റിംഗ് സ്റ്റൈല് വേറെ. അന്നത്തെ മാർക്കറ്റിംഗ് നമ്മുടെ നോളജ് തന്നെ വളരെ പരിമിതമാണ്. അതായത് നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, അത് ജനങ്ങളിൽ എത്തിക്കണം. അന്ന് ഈ പറഞ്ഞ മാതിരി TV അന്ന് കേരളത്തിലേക്ക് ഇറങ്ങിയിട്ട് പോലുമില്ല. അപ്പോൾ ആ പ്രശ്നമല്ല. ഇൻ്റർനെറ്റ് ഇല്ല താനും, അപ്പോൾ ആ പ്രശ്നമല്ല. പിന്നെയുള്ളത് ആ കൂടിയുള്ളത് പേപ്പറുണ്ട്, മാഗസിനുണ്ട്, റേഡിയോ ഉണ്ട്. പിന്നെ തുടക്കത്തിലൊക്കെ അതിനുള്ള പൈസ ഇല്ലാത്ത കാരണം കൊണ്ട് ഈ വാൾ പെയിൻറ്റിങ് ഒക്കെ ചെയ്യും, ചെറിയ ഹോർഡിങ് വയ്ക്കും. അങ്ങനെ പടിപടിയായിട്ട് തന്നെയായിരുന്നു ഉയർന്നു വന്നത്. അത് അന്നത്തെ അവൈലബിൾ സാഹചര്യങ്ങളെ
ഉപയോഗപ്പെടുത്തിയെന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ വീഗാലാൻഡ് വണ്ടർല കേരളത്തിലേക്ക് സാറ് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ 25 വർഷം ആകുന്നു ഈ വർഷം. അപ്പം സത്യം പറഞ്ഞാൽ അതൊരു ഈ വിനോദസഞ്ചാരികൾക്കിടയിൽ കേരളത്തിലായാലും പുറത്തൊക്കെയുള്ള വിനോദസഞ്ചാരികളുടെ ഇടയിൽ ഒരു പുതിയൊരു വാതിൽ തുറന്നൊരു സാധ്യത തുറന്നൊരു സംഭവമായിരുന്നു ഇങ്ങനെയുള്ളൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്ന് പറഞ്ഞു. സാറിന് എനിക്ക് തോന്നുന്നു സാർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികളെയും കൂട്ടി വിദേശത്തൊരു സ്ഥലത്ത് ഇങ്ങനെ ടൂർ പോയ സമയത്താണ് അവിടുത്തെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് കണ്ടിട്ടാണ് സാറിന് പ്രചോദനം ഉണ്ടായതെന്ന്. അത് ഭയങ്കര കൗതുകമുള്ളൊരു രസമുള്ളൊരു സംഭവമാണ്. കാരണം നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം തുടങ്ങുക, അത് വിജയിക്കുക എന്നൊക്കെ പറയുന്നത്, അതിനെക്കുറിച്ച് ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? അല്ല, ഇത്രയൊക്കെ ഉള്ളൂ. അതായത് നമ്മൾ ആ സമയമായപ്പോഴേക്കും വീഗാർഡ് തുടങ്ങിയിട്ടൊരു 20 വർഷത്തോളമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഗാർഡിൽ ധാരാളം മാനേജേഴ്സും എൻജിനീയേഴ്സും എക്സിക്യൂട്ടീവ്സൊക്കെ ആയി. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മാറി നിന്നാലും അവിടുത്തെ ബിസിനസ് നന്നായിട്ട് തന്നെ പോകും എന്നുള്ള ധൈര്യമുണ്ടായി. അപ്പോൾ സാമ്പത്തികമായിട്ട് ബെറ്ററായി. അങ്ങനെ വന്നപ്പോഴാണ് വിദേശയാത്രകളൊക്കെ നടത്താൻ തുടങ്ങിയത് തന്നെ. കുട്ടികൾ സ്കൂളിൽ പഠിക്കുകയായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവിടുത്തെ അമ്യൂസ്മെൻറ്റ് പാർക്കുകളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ചിന്ത, അതായത് ഇതിൻ്റെ ഒരു ചെറിയൊരു പതിപ്പ് എന്തുകൊണ്ട് കേരളത്തിൽ തുടങ്ങിക്കൂടാ. വളരെ ചെറിയൊരു പതിപ്പ്. കാരണം ഇപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എല്ലാവരും എടുത്ത് പറയുക ഡിസ്നി ലാൻഡ്, യൂണിവേഴ്സൽ സ്റ്റുഡിയോ, അങ്ങനെ വൻപന്മാരെയൊക്കെ അപേക്ഷിച്ച് ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ അതിൻ്റെ 10-1 പോലും ഇല്ല. അത് അവിടെ കണ്ടവർക്കറിയാം. നമ്മുടെ നാട്ടിലേക്ക് സൂട്ടബിളായിട്ടൊരു ചെറിയൊരു സെറ്റപ്പ്. പക്ഷേ ഏത് കാര്യം തുടങ്ങുമ്പോൾ അതിനതിൻ്റേതായ ഭംഗി വേണം, അതിൻ്റേതായ ത്രില്ല് വേണം, അതിൻ്റേതായ വൃത്തി വേണം, അതിൻ്റേതായ സേഫ്റ്റി വേണം. അങ്ങനെ ഒത്തിരി ഘടകങ്ങൾ ചേർന്നത് കൊണ്ടായിരിക്കാം അത് തുടക്കം തൊട്ട് അത് ജനങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്തു, വിജയിച്ചു. 5 വർഷത്തിനുള്ളിൽ തന്നെ ബാംഗ്ലൂർ തുടങ്ങി, പിന്നീട് ഹൈദരാബാദ് തുടങ്ങി, പിന്നീട് ഇപ്പോൾ ഒരെണ്ണം ഒറീസയിലുണ്ട്, പിന്നെ ചെന്നൈയിൽ. അപ്പോഴേക്കൊക്കെ ഞാൻ ആ ബിസിനസ്സിൽ നിന്ന് ഇപ്പം മാറിയിട്ടുണ്ട്. അതൊരു വലിയൊരു സ്ട്രഗ്ലിംഗ് പീരീഡ് അല്ലായിരുന്നു സാറിൻ്റെത്? എങ്ങനെയാണ് അത് അടുക്കും ചിട്ടയോടും കൂടി ആ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുവന്നത്? അല്ല, ഞാൻ പറയും, ഒരു തുടക്കത്തിലൊക്കെ ഞാനതൊരു ഒറ്റയാൾപ്പെട്ട ആളെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കേണ്ടി വന്നിരുന്നു. പിന്നെ എൻ്റെ കൂടെ കുറേ പേരെ മിടുക്കുള്ളവരെ പതുക്കെ നമ്മൾ ഉയർത്താൻ തുടങ്ങി. അവർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കൊടുത്തു, അവർക്ക് കൂടുതൽ അറിവ് പകർന്നു കൊടുത്തു, അവരെ പല പോസ്റ്റുകളിൽ നിയമിച്ചു. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ വീഗാർഡ് 20 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവരൊക്കെ നല്ല കഴിവ് തെളിയിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ അതിൽ നിന്ന് ചിലർ അടർത്തിയെടുത്തിട്ടാണ് വണ്ടർലയുടെ തലപ്പത്തേക്ക് കൊണ്ടുവന്നത് ഈ കാര്യം മുന്നോട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അവരാരും അമ്യൂസ്മെൻറ്റ് പാർക്ക് കണ്ടിട്ടില്ല. അപ്പോൾ അവരെയും കൂട്ടി വിദേശത്തൊക്കെ പോകേണ്ടി വന്നു. അവർക്ക് മനസ്സിലാവാനായിട്ട് എന്താണ് ഞാൻ ഈ പറയുന്നത്, എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈവൺ ആർക്കിടെക്റ്റ് പോലും ഒരു യങ്സ്റ്ററായിരുന്നു. യങ്സ്റ്ററിനെ സെലക്ട് ചെയ്യാൻ കാരണം ഞാൻ പറഞ്ഞത് കേൾക്കണമല്ലോ. അപ്പോൾ അങ്ങേരും അമ്യൂസ്മെൻറ്റ് പാർക്ക് പോയിട്ടില്ല. അങ്ങേരും കൂട്ടിപ്പോയി നമുക്ക് ഇങ്ങനെ വേണം, അങ്ങനെ വേണം, അത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കണം, ഇത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കണം. അങ്ങനെ ഞാൻ പറയും, ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ പിന്നെ അതൊരു കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ്. ഞാനതിൻ്റെ ഒരു സ്റ്റിയറിങ് പിടിക്കുന്നു എന്ന് മാത്രം. എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരുപാട് പേരുടെ ബുദ്ധിയും പ്രയത്നവും അതിൻ്റെ പുറകിൽ ഉണ്ട് തീർച്ചയായിട്ടും. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്ന സമയത്ത് സാറിന് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങളെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്കത് നിർത്തണം, അല്ലെങ്കിൽ ഞാൻ മടുത്തു, അങ്ങനെ ഒരു ഫീലിംഗ് തോന്നിയിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഫീലിംഗ് തോന്നിയിട്ടില്ല. കാര്യം എന്തുകൊണ്ടോ എനിക്കൊരു പ്രശ്നം വന്നാൽ ഞാനൊരു ഒന്നും കൂടി കൂടുതൽ ഊർജ്ജസ്വലനാവും എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. അതുവരേക്കും ഞാനിങ്ങനെ പമ്മിയൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പിന്നെ ഞാനത് എവിടെയെങ്കിലും പിടിച്ച് കെട്ടിയിട്ടുള്ള കാര്യമുള്ളൂ. ഞങ്ങൾ തൃശ്ശൂർക്കാർ പറയണ മാതിരി അങ്ങനത്തെ ഒരു ചിന്താഗതി ഉള്ള കാരണം കൊണ്ട് പ്രശ്നങ്ങളുണ്ടാവും, ഇല്ലാതിരിക്കില്ല. ഏത് സ്ഥാപനത്തിലും ആയാലും പ്രശ്നമുണ്ടാവും. പക്ഷെ നമ്മളത് തന്ത്രപൂർവ്വം അഭിമുഖീകരിക്കണം, പ്രതിസന്ധി സോൾവ് ചെയ്യണം.
അല്ലാതെ മുന്നോട്ട് പോവില്ലല്ലോ. അതിപ്പോൾ ഏത് മേഖലയിലും ആണെങ്കിലും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഇത്രയധികം വ്യവസായങ്ങൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവരോടും കൂടി മത്സരിച്ചാണ് വി ഗാർഡ് നിൽക്കുന്നത്. അപ്പം സാറ് എന്തു തന്നെയാലും സാറ് അതിൽ നിന്ന് പിന്മാറിയെങ്കിലും ഇപ്പോഴും സാറിൻ്റെ ഒരു കോൺട്രിബ്യൂഷനും ഒരു ഉപദേശവും ഒക്കെ അവർക്ക് ഉണ്ടാവുമല്ലോ. എങ്ങനെയാണ് വി ഗാർഡിൻ്റെ ഒരു വിജയരഹസ്യം ഇവരുടെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്നതിൽ? ഈ ഒരു ചോദ്യം പണ്ട് തൊട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് എങ്ങനെ ഇത് മുന്നോട്ടെടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം. അപ്പോൾ നമ്മുടെ കൺമുന്നിൽ കുറേ മാതൃകകളുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ടാറ്റ ഗ്രൂപ്പുണ്ട്, ഗോദ്രേജ് ഗ്രൂപ്പുണ്ട്, സൗത്ത് ഇന്ത്യയിൽ തന്നെ TVS ഉണ്ട്, മുരുകപ്പുണ്ട്. ഇവരൊക്കെ 3, 4 തലമുറ നിലനിന്നിട്ടുള്ളവരാണ്. അപ്പോൾ അവരെന്താ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ നോക്കി പഠിച്ചു. അപ്പോൾ അതിനകത്ത് ഒരു ഘടകമുണ്ടായത് ഒരു പബ്ലിക് ഇഷ്യൂ പോകുക എന്നുള്ളതായിരുന്നു. അപ്പോൾ 2 കാര്യങ്ങളായിരുന്നു. ഒന്ന്, പുതിയ ഫാക്ടറി കെട്ടിപ്പടുക്കണമെങ്കിൽ പണം വേണം. അപ്പോൾ അത് ബാങ്ക് ലോൺ ഒരുപാട് എടുക്കുന്നത് ശരിയല്ല. അപ്പോൾ പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവട്ടെ. കാര്യം നമ്മുടെ ഷെയർ കുറയും, എന്നാലും പബ്ലിക്കിന് ഷെയർ കൊടുത്ത് പണം പിരിച്ച് പുതിയ ഫാക്ടറികൾ വികസിപ്പിച്ചെടുത്തു. അതോടൊപ്പം തന്നെ പബ്ലിക് ലിമിറ്റഡ് ആയിപ്പോൾ, അതായത് ലിസ്റ്റഡ് കമ്പനി ആയപ്പോൾ തന്നെ അതിനൊരു കൂട്ടുത്തരവാദിത്വമായി. അതായത് ഞാൻ മാത്രമല്ല, അതുകൂടാതെ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവരുണ്ട്. അതിൻ്റെ ചട്ടക്കൂടുകളനുസരിച്ച് അതിൻ്റെ ഡയറക്ടേഴ്സ് പുറത്തുനിന്നുണ്ട്. അവരോട് നമ്മൾ ഉത്തരം പറയണം. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ കുറേയും കൂടി അടുക്കും ചിട്ടയൊക്കെ അവിടെ വരാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ജനറേഷൻ അതിനകത്ത് ഉണ്ടായിരുന്നപ്പോൾ അവരും ആ ഒരു പാത്ത് ഫോളോ ചെയ്യേണ്ടി വന്നു. അതേസമയം ഒരു പ്രൊപ്രൈറ്ററി സ്ഥാപനമാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്താ നടക്കണമെന്ന് ഇപ്പോൾ നമുക്ക് പോലും അറിയില്ല. ആ വിധത്തിൽ കുറേയും കൂടി ട്രാൻസ്പാരൻസി, പിന്നെ പൊതുവേ ഞാൻ ഒരു ക്വാളിറ്റി കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഫോർവേഡ് ആറ്റിറ്റ്യൂഡ്, പിന്നെ സിസ്റ്റംസ് ആൻഡ് പ്രൊസീജിയർ പാലിക്കണം, ലോ അബൈഡിങ്, അതായത് ഇപ്പോൾ ടാക്സ് കൊടുക്കുന്നിടത്ത് ടാക്സ് കൊടുക്കണം, അല്ലാതെ വെറുതെ ആ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ഇത് ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകെ നടക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അതെൻ്റെ ഒരു ദുരഭിമാനമാണെന്ന് വെച്ചോ. അപ്പോൾ അതൊക്കെ പിന്നീട് എനിക്ക് നേട്ടങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളൂ. പണ്ട് മുൻപൊരു സംഭവം ഉണ്ടായത്, സാർ പണ്ട് ലോഡ് ഇറക്കുന്ന സമയത്ത് നോക്കുകൂലി സേവിച്ച ആൾക്കാരെ അവിടെ നോക്ക് നിർത്തിയിട്ട് സാറ് തന്നെ ലോഡ് ഇറക്കിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അല്ല, അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ, അതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. അതായത് കേരളത്തിൽ ഇപ്പോഴും അത് മുഴുവൻ മാറിയിട്ടില്ലാന്ന് തോന്നുന്നു. അതായത് ഇതുമാതിരിയുള്ള ലോഡിങ് അൺലോഡിങ് തൊഴിലാളികൾ. അപ്പോൾ റൂളുകൾ പറയുന്നു, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ലോഡിങ് അൺലോഡിങ്ങിന് സ്വന്തമായിട്ട് സ്റ്റാഫ് ഉണ്ടെങ്കിൽ അവർക്ക് ലേബർ കാർഡ് എന്ന് പറഞ്ഞിട്ട് ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊരു കാർഡ് ഇഷ്യൂ ചെയ്യും. അത് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ തന്നെ ജോലിക്കാർക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. പ്രത്യേകിച്ച് ഇത് ഈ സ്റ്റാറിൻ്റെ ഗോഡൗണിൽ നടന്നൊരു സംഭവമാണ്. അപ്പോൾ അവിടുത്തെ ജോലിക്കാരുടെ പണി അത് അൺലോഡ് ചെയ്യുക, പിന്നെ അത് റീപാക്ക് ചെയ്യുക, അല്ലെങ്കിൽ അത് അനന്തിരിക്കുക, അങ്ങനത്തെ ജോലികളൊക്കെയാണ്. അപ്പോൾ അതിന് നമ്മൾ ജോലിക്ക് ആളെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ ജോലിക്ക് ആളെ വെച്ച് അവരെ കൊണ്ട് ചെയ്യിക്കാതെ ഇത് ഞങ്ങളെ ഇറക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ തീർച്ചയായിട്ടും ഒരു തർക്കമുണ്ടായി. അതിനെ ബേസ് ചെയ്തിട്ട് അവിടെ ഈവൻ ഞങ്ങളുടെ സ്റ്റോർ കീപ്പറെ ഈ പറയുന്ന ലോഡിങ് അൺലോഡിങ് തൊഴിലാളികൾ ഉപദ്രവിച്ചു. അപ്പോൾ അത് ഒരു വാശിയിൽ വന്നു, അത്രയേ ഉള്ളൂ. അതൊരു ചെറിയ കാര്യം. ഓരോരോ കമ്പനികളിലൊക്കെ ആണെങ്കിലും യൂണിയനുകളൊക്കെ ഉണ്ടാവാറുണ്ട്, കൂട്ടായ്മകൾ ഉണ്ടാവാറുണ്ട്. അത് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. സാറിൻ്റെ കമ്പനിയിൽ എന്തായാലും അങ്ങനെ ഒരു സംഭവം ഇല്ല, നിലവിലില്ല. അപ്പം ഒരു കമ്പനിയിൽ ആളുകൾക്ക് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കണമെന്നുണ്ടെങ്കിലാണെങ്കിലോ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ത് തരത്തിലുള്ള ഫെസിലിറ്റീസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർക്ക് വേണ്ടി സാർ ചെയ്തു കൊടുക്കുന്നത്? അത് അവർക്ക് വേണമെങ്കിൽ യൂണിയൻ തുടങ്ങാമായിരുന്നു, ഇന്നും വേണമെങ്കിൽ യൂണിയൻ തുടങ്ങാം. പക്ഷേ എന്തുകൊണ്ട് അവർ യൂണിയൻ തുടങ്ങുന്നില്ല? അതിന് കാരണം എനിക്ക് തോന്നുന്നത്, തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങളൊക്കെ അതാത് സമയങ്ങളിൽ പരിഹരിക്കാനായിട്ടുള്ളൊരു സംവിധാനം അവിടെ ഓൾറെഡി ഉണ്ട്. അത് ഓൾറെഡി അതിനൊരു HR മാനേജറുണ്ട്. മാനേജറുടെ കീഴിൽ ഈവൺ ഒരു ഗ്രീവൻസ് സെല്ലുണ്ട്. ജോലിക്കാരുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് എടുത്ത് പറയാനായിട്ടുള്ള അവസരമുണ്ട്. അത് പരിഹരിക്കാനുള്ള ഒരു സെപ്പറേറ്റ് സെല്ലുണ്ട്. അതുകൊണ്ടായിരിക്കുമല്ലോ, അല്ലാതെ ഇപ്പോൾ ഇത്രയും അംഗസംഖ്യയുള്ള ഒരു സ്ഥാപനത്തിൽ
യൂണിയൻ പാടില്ല എന്നൊക്കെ നമുക്ക് ഇപ്പോൾ മിലിറ്ററി ഭരണമാണെങ്കിൽ അതൊക്കെ നടക്കുമായിരിക്കാം. മിലിറ്ററിയുടെ ഉള്ളിൽ യൂണിയൻ ഇല്ല എന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. എനിവേ ഇതങ്ങനെയല്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് മാനേജ്മെൻറ്റിനോടുള്ള ഒരു പ്രതിപത്തി, അവരുടെ കാര്യങ്ങൾ നമ്മൾ ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നുണ്ട്, പരിഹരിച്ച് കൊടുക്കുന്നുണ്ടെന്നുള്ള തോന്നൽ കൊണ്ടാണല്ലോ യൂണിയൻ ഇല്ലാത്തതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ പറയും, ഒരു രാഷ്ട്രീയ ഇടനിലക്കാരൻ വേണ്ടല്ലോ. വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് പ്രശ്നം സോൾവ് ചെയ്യാനായിട്ടൊരു രാഷ്ട്രീയ ഇടനിലക്കാരൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. നേരിട്ടുള്ള അതെ അതെ അതെ. അവരുടേതായ കൂട്ടായ്മകളൊക്കെ ഉണ്ട്, അവർക്ക് അവരുടേതായ അസോസിയേഷനും കൂട്ടായ്മകളൊക്കെ ഉണ്ട്. പക്ഷേ അതിനകത്ത് പുറത്തുനിന്ന് ഒരു പരിചയമില്ലാത്ത, ഈ സബ്ജക്റ്റ് അറിയാത്ത ഒരാളുടെ എന്താ പറയുക, വക്കാലത്ത് ആവശ്യമില്ലല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോഴും ഇടയ്ക്ക് സാറിന് ഒന്ന് രണ്ട് വാർത്തകളും സാറിന് ഒന്ന് രണ്ട് വിവാദങ്ങൾക്ക് ചെന്ന് പെടുകയുണ്ടായിട്ടുണ്ടായിരുന്നു. തെരുവ് നായ്ക്കളുമായിട്ടുണ്ടായിരുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും ആളുകളെ തെരുവ് നായ്ക്കൾ ആക്രമിക്കുകയും ഒരുപാട് കുട്ടികൾക്കായാലും പരിക്ക് പറ്റുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഈ നായ്ക്കളെ സംരക്ഷിക്കണം എന്നുള്ള നിയമം ഇതുവരെ എടുത്തു മാറ്റിയിട്ടില്ല. സാർ അതിനെതിരെ ഒരുപാട് പോരാടിയ ഒരാളാണ്. ഇപ്പോഴും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കൺമുന്നിൽ കാണുമ്പോഴത്തേക്കും എന്ത് തരത്തിലുള്ള ഫീലിങ്സ് ആയിരിക്കും ഉണ്ടാവുക? 10-12 കൊല്ലം മുമ്പാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് സിറയർത്തിയത്. കുറേ നാളതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു. അതായത് ഇപ്പോഴും കണക്കുകൾ പറയുന്നത്, അതായത് കേരളത്തിൽ വലിയ ബഹളം നടക്കാറുള്ളത് കാട്ടിൽ നിന്ന് പുലി ഇറങ്ങി ഒരാളെ കൊന്നു, അല്ലെങ്കിൽ കേരളത്തിൽ പുലി പിടിച്ച് കൊല്ലുന്നത് അല്ലെങ്കിൽ ആന ചവിട്ടി കൊല്ലുന്നതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാൾ എത്രയോ ഇരട്ടി ആളുകൾ പേവിഷബാധ ഏറ്റിട്ട് മരിക്കുന്നുണ്ട്. ഒരാൾ ചിലപ്പോൾ അവിടെയായിരിക്കും, ഒരാൾ തെക്കായിരിക്കും, ഒരാൾക്ക് വടക്കായിരിക്കും. അതിനൊന്നും കണ്ണടച്ചിട്ട് അത് മൃഗസ്നേഹമാണെന്ന് പറയുന്നു. ഈ പറയുന്ന മൃഗസ്നേഹികൾ മട്ടനും ചിക്കനും കഴിക്കും. പട്ടികളോട് മാത്രം ഒരു സ്പെഷ്യൽ സ്നേഹം. പട്ടികളെ വളർത്തുന്നത് സന്തോഷമുള്ളൂ. ഞാനും വീട്ടിൽ പട്ടികളെ വളർത്തിയിട്ടുണ്ട്. പക്ഷേ അത് തെരുവിലേക്ക് തുറന്നു വിടുമ്പോൾ, അല്ലെങ്കിൽ തെരുവിൽ പട്ടികൾ ഞാൻ കണ്ടിട്ടില്ല വിദേശത്ത് എവിടെയും. അതായത് ഒരു ഡെവലപ്ഡ് കൺട്രിയിൽ, ഇപ്പോൾ അണ്ടർ ഡെവലപ്ഡ് കൺട്രിയിലുണ്ടാകുമായിരിക്കാം, ഇതുപോലെ തെരുവ് നായ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. കാരണം അത് അപകടകാരിയാണ്. കാരണം ഇവർക്ക് എപ്പോഴാണ് വിഷബാധ ഉണ്ടാവുക നമുക്കറിയില്ല. തന്നെയല്ല, വേറെ ഏതെങ്കിലും പ്രകോപനം കൊണ്ട് ഇവർ നമ്മളെ ആക്രമിക്കും. അങ്ങനെയാണുള്ള സംഭവങ്ങൾ നടക്കുന്നത്. എത്രയോ ചെറുപ്പക്കാർ ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചിട്ടുണ്ട്. എത്രയോ പേര് ബൈക്കിൽ നിന്ന് വീണ് തളർന്ന് കിടക്കുന്നവരുണ്ട്. അതൊക്കെ ഇപ്പോഴും മൃഗസ്നേഹം എന്ന് പറഞ്ഞിട്ട് കണ്ണടച്ചിരുട്ടാക്കിയാൽ എനിക്കൊന്നും പറയാനില്ല. എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്കിതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു? ഞാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗമല്ലല്ലോ. കാരണം ഇത് വിദേശത്ത് എന്താ ചെയ്യുന്നതെന്നുള്ളത് നോക്കി മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഇപ്പം അമേരിക്കയിലില്ലല്ലോ, യൂറോപ്പിലില്ലല്ലോ, അല്ലെങ്കിൽ ജപ്പാനിലില്ലല്ലോ. എന്തുകൊണ്ട് ഇവിടെ മാത്രം തെരുവ് നായ്ക്കൾ അലഞ്ഞ് നടക്കുന്ന ആ ഒരു ജാള്യത നമ്മുടെ നേതാക്കളുടെ ഉള്ളിൽ എന്താ വരാത്തത്? അത് വരുമ്പോൾ മാത്രം എന്താ കണ്ണടയ്ക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അതിൻ്റെ അർത്ഥം അതിൻ്റെ പുറകിൽ എന്തോ ഉണ്ട്. കണക്കുകൾ പറയുന്നത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ പേവിഷബാധ വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന്. കൊള്ളാം, നല്ല കാര്യം. അങ്ങനെ ഇന്ത്യ ഒന്നാമതാവട്ടെ. സാറിന് ജീവിതത്തിൽ ആദ്യകാലങ്ങളിലൊക്കെ ഭയങ്കരമായ പേടിയുണ്ടായിരുന്ന ഒരാളാണ്. അസുഖത്തോടും അല്ലാതെ ഈ ആശുപത്രിയിൽ കയറുന്നതിനോടും ഒക്കെ ഭയങ്കര പേടിയുണ്ടായിരുന്ന ഒരാളാണ്. പിന്നീട് അങ്ങനെയുള്ള ഒരാൾ 60ാമത്തെ വയസ്സിലാണ് ഒരാൾക്ക് കിഡ്നി ഡൊണേറ്റ് ചെയ്യുന്നത്. അതും അറിയ പോലും ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട്. അത്തരത്തിലൊരു തീരുമാനം എടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? അതും ഒരിടയ്ക്ക് തോന്നിയൊരു വിഷയമാണ്. അതായത് ഞാൻ പറയും, കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് പേടിയായിരുന്നു ഒരു സർജറി, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ, അല്ലെങ്കിൽ ഇവണൊരു ഇഞ്ചക്ഷൻ വരെ പേടിയായിരുന്നു. എനിവേ പിന്നെ നമ്മൾ കാലം ചെല്ലുന്നതോറും നമുക്കൊരു മച്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ഇത് വരുമല്ലോ, അത് വേറെ കാര്യം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ വിഷയത്തിൽ 1-2 അനുഭവങ്ങൾ എനിക്ക് നേരിട്ടല്ലെങ്കിൽ തന്നെ നമുക്ക് അടുത്തറിയാനായിട്ട് സാധിച്ചു. അപ്പോഴാണ് ഡോക്ടേഴ്സ് പറയുന്നത് ആരോഗ്യമുള്ള ആൾക്ക്
ഒരു കിഡ്നി വേറെ ആൾക്ക് കൊടുത്തുകൊണ്ട് ഒരു ആരോഗ്യ പ്രശ്നവും ഉണ്ടാവില്ല, അത് ഉറപ്പാണ് എന്ന് ഡോക്ടേഴ്സ് പറയുന്നു. അതേസമയം ഇങ്ങനെ കിഡ്നി രോഗികളുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നു, പലരും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടൊരു മാതൃക കാണിച്ചുകൂടാ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്കും 60 വയസ്സായി, അപ്പോഴേക്കും നമുക്കൊരു ഒരു കുറച്ചും കൂടി ആത്മധൈര്യമൊക്കെ ഉണ്ടാവുമല്ലോ. വീട്ടുകാരൊക്കെ ആദ്യം എതിർപ്പായിരുന്നല്ലോ ചെയ്യാൻ വേണ്ടി. അത് തീർച്ചയായിട്ടും അത് അവരുടെ അമിതമായ സ്നേഹം കൊണ്ടാന്ന് വിചാരിച്ചാൽ മതി. കാരണം എന്തിനാണ് ഈ റിസ്ക് എടുക്കുന്നത്, വേണമെങ്കിൽ കാശ് കൊടുത്താൽ പോരെ എന്നുള്ളൊരു ഞാൻ പറഞ്ഞു. അതല്ല, നമ്മളൊരു കാര്യം ചെയ്ത് തീരുമാനിച്ച പിന്നെ അങ്ങോട്ട് ചെയ്ത് കാണിക്കണം. മരുമകളുടെ അമ്മയ്ക്ക് കിഡ്നി പ്രോബ്ലം ഉണ്ടായിരുന്നു സാർ, അത് കണ്ട് അവരുടെ വിഷമം കണ്ടിട്ടാണ് സാർ? വർഷങ്ങൾക്ക് മുമ്പ് ആ പ്രശ്നം നമ്മളിങ്ങനെ കാണാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ക്ലോസ് റിലേറ്റീവ് ഒന്നുമല്ല. അപ്പോൾ അപ്പോൾ അവർ ബുദ്ധിമുട്ടുന്നതും അത് കഴിഞ്ഞ് അപ്പോഴൊന്നും എനിക്ക് ഈ ആശയം ഉള്ളിൽ ഉദിച്ചിട്ടില്ലായിരുന്നു. പിന്നീട് അവർ അൺഫോർച്ചുനേറ്റ്ലി മരണപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോഴാണ് നമ്മളിതിനെപ്പറ്റി കൂടുതൽ പഠിക്കുന്നത്. അതായത് എന്താണ് കിഡ്നി, അതുവരെയ്ക്ക് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു ഡയാലിസിസിൻ്റെ ഡീറ്റെയിൽസ്, കിഡ്നി രോഗത്തെ പറ്റിയിട്ടും. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഡോക്ടേഴ്സുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പറയുന്നത്. എന്നാൽ ആ ഇടയ്ക്കാണ് ഫാദർ ഡേവിസ് ശർമ്മയിൽ ഇതുപോലെ കൊടുത്ത് ഒരു മാതൃക കാണിച്ചത്. എന്നാൽ പിന്നെ എന്തുകൊണ്ട് എനിക്ക് ആയിക്കൂടാ എന്നുള്ള ഒരു തോന്നലായിരുന്നു. അത് വലിയൊരു സംഭവമൊന്നുമല്ല, കാരണം അതൊരു ട്രക്ക് ഡ്രൈവറായിരുന്നു. അവരുടെ ഭാര്യ കൊടുക്കാൻ തയ്യാറായിരുന്നു, പക്ഷേ അവരുടെ മാച്ച് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ ഫാദർ ഇടപെട്ടിട്ടാണ് ഞാൻ ഈ ട്രക്ക് ഡ്രൈവർക്ക് കൊടുക്കുന്നു. സാറിൻ്റെ അടുത്തേക്ക് ആ കേസ് എത്തുന്നത് എങ്ങനെയാണ്? അല്ല, അപ്പോൾ ഞാൻ ആക്ച്വലി ഈ ഒരു ആശയം തീരുമാനിച്ചപ്പോൾ ഞാൻ ഫാദറെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനിങ്ങനെ തയ്യാറാണ്, എൻ്റെ പരിചയത്തിലാരും ആവശ്യക്കാരില്ല, താങ്കൾ ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളാണല്ലോ, അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് പുള്ളിയാണ് ഒരാളെ കണ്ടുപിടിച്ചതും ഈ അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വൈഫ് തയ്യാറാണ്. അപ്പോൾ ഞാൻ ഇങ്ങേർക്ക് കൊടുത്തു, വൈഫ് 3 മാസം കഴിഞ്ഞിട്ട് വേറെ ആൾക്ക് കൊടുത്തു. അങ്ങനെ അത് പിന്നെയും കൈമറിയുണ്ടായി. പിന്നീട് ഈ ട്രക്ക് ഡ്രൈവറെ സാർ കാണുകയോ അവർ വന്ന് സാറിനെ പലപ്പോഴും കണ്ടിട്ടൊക്കെയുണ്ട്. ഈ വീഗാർഡ് തുടങ്ങി കഴിഞ്ഞിട്ട് ആദ്യം സാറ് പറഞ്ഞ പത്രം ഉണ്ടായിരുന്നു, മാഗസിൻ ഉണ്ടായിരുന്നു, എല്ലാം ഇത് ചെയ്യാൻ വേണ്ടി പരസ്യങ്ങൾ ചെയ്യാൻ. അതിനുശേഷമാണ് ടി വിയൊക്കെ വരുന്നത്. ടി വി വന്ന സമയത്ത് സാറ് AR റഹ്മാനെ കൊണ്ടൊരു മ്യൂസിക് ചെയ്യിപ്പിച്ചിട്ട് സാറിൻ്റെ പരസ്യം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം സാറ് വിശ്വസിക്കുന്നുണ്ടോ മാർക്കറ്റിൽ ഒരു സാധനം പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പരസ്യം അത് നിർബന്ധമാണ്, അല്ലെങ്കിൽ പരസ്യത്തിൻ്റെ ഇതുകൊണ്ട് മാത്രമേ ഒരു സാധനം പ്രൊഡക്റ്റ് സെല്ല് ചെയ്ത് പോകത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ വിജയിക്കണമെങ്കിൽ പല ഘടകങ്ങളുണ്ട്. അതായത് പരസ്യം മാത്രം പോരാ, അതോടൊപ്പം തന്നെ പ്രോഡക്റ്റ് നന്നായിരിക്കണം, അതിന് ക്വാളിറ്റി ഉണ്ടാകണം, അതിന് ഡ്യൂറബിലിറ്റി, അതിന് പ്രോപ്പർ ആഫ്റ്റർ സെയിൽസ് സർവീസ് അതൊക്കെ വേണം. പക്ഷേ അതേസമയം നമ്മൾ ലാർജ് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ജനങ്ങളിൽ എത്തിക്കണമെങ്കിൽ, ജനങ്ങളത് അറിയണമെങ്കിൽ കൃത്യമായിട്ടുള്ള പരസ്യവും വേണം. അതിന് പല മാർഗങ്ങളുണ്ട്. പേപ്പറുണ്ട്, TV ഉണ്ട്. ഇപ്പോഴൊക്കെ പുതിയ തലമുറ അനുസരിച്ച് ടിവിയേക്കാളും കൂടുതൽ മറ്റേ സോഷ്യൽ മീഡിയ വഴിക്കൊക്കെയാണ് ഇപ്പോൾ പരസ്യങ്ങളൊക്കെ അധികം പോകുന്നത്. അപ്പോൾ കാലാകാലത്തിൽ മാറ്റങ്ങൾ വരുത്തണം. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, AR റഹ്മാനെ കണ്ടുപിടിച്ചത് ഞാനല്ല, ഞങ്ങളൊരു ഏജൻസിക്ക് വർക്ക് കൊടുത്തു, അത് ചെന്നൈയിൽ നിന്നായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് നമുക്ക് ഒരു പയ്യനുണ്ട്, ഒരു ദിലീപ് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, അയാൾ കീബോർഡൊക്കെ വായിക്കും, അപ്പോൾ അയാളെ കൊണ്ട് നമുക്ക് അതിൻ്റെ മ്യൂസിക് ഉണ്ടാക്കിക്കാം, ചെറിയ ചിലവുള്ളൂ. ഓക്കെ. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അങ്ങേര് ഫേമസ് ആയത്. കുറേ അതിന് അങ്ങേര് ഫേമസ് ആയപ്പോൾ അതേ പരസ്യം തന്നെ ഞങ്ങൾ കുറേ നാൾ ഉപയോഗിച്ചു. അതുപോലെ തന്നെ ഈ വോൾട്ടേജ് വേരിയേഷനിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാൻ എന്നുള്ള ഒരു ആശയത്തിൽ നിന്നാണ് കങ്കാരുവിൻ്റെ പടം സാറ് ഇത് വീഗാർഡിൽ വെക്കുന്നത്. ആ ഒരു ഐഡിയയെ പറ്റി ഒന്ന് പറയാമോ? അല്ല, അന്ന് കാലത്ത് നമ്മളിങ്ങനെ
24 മണിക്കൂറും അല്ലെങ്കിൽ ഉണർന്നിരിക്കുന്ന മുഴുവൻ സമയവും ഇതെങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാം, എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാം. അപ്പോൾ ഓക്കെ, നമ്മുടെ ഈ ഐറ്റം ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ സിമ്പിളൈസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു മാസ്കട്ട് അല്ലെങ്കിൽ ഒരു ഇത് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് ആലോചിച്ചപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ കങ്കാരു ഒരു ഇന്ത്യൻ മൃഗമല്ല. പക്ഷെ ഞാൻ വിചാരിച്ചു കങ്കാരു അതിൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്ന പോലെ എന്നുള്ള അർത്ഥം വരാൻ വേണ്ടിയിട്ടാണ് കങ്കാരുവിനെ സെലക്ട് ചെയ്തതായിരുന്നത്. പക്ഷെ അത് എന്തുകൊണ്ടോ അത് എന്നെ ശ്രദ്ധ ആകർഷിച്ചു. അപ്പോൾ കുറേ നാൾ ആക്ച്വലി റിയൽ കങ്കാരുവിൻ്റെ ഷേപ്പൊക്കെ തന്നെയായിരുന്നു ഞങ്ങളുടെ പരസ്യങ്ങളിൽ. പിന്നെ ഇപ്പോൾ ഒരു കാരിക്കേച്ചർ പോലെയുള്ള ഡിസൈനാണ് ഉപയോഗിക്കുന്നത്, ഒരു സിമ്പിൾ. സാർ അത്തരത്തിലുള്ള ഐഡിയാസൊക്കെ പുതിയ ആൾക്കാർക്കും പറഞ്ഞു കൊടുക്കാറുണ്ടോ കമ്പനിയിൽ? അല്ല, അത് പുതിയ പ്രോഡക്റ്റുകളൊക്കെ വരുമ്പോൾ തുടക്കത്തിൽ ഞാൻ പരസ്യത്തിലൊക്കെ ഒത്തിരി ഇടപെട്ടിരുന്നു, അല്ലെങ്കിൽ അഡ്വൈസ് കൊടുത്തിരുന്നു. പിന്നെ സ്ഥാപനം വലുതായപ്പോൾ അതിനെ വലിയ അഡ്വർടൈസിങ് ഏജൻസികളായി അവർ പല ആശയങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്ന് മാത്രമായി. ആ സ്റ്റേജിലേക്ക് എത്തി. ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും ഞാൻ മാറിയില്ല. ഈ ടെക്നോളജിക്കും ക്രിയേറ്റിവിറ്റിക്കും ഒക്കെ അപ്പുറത്ത് മാർക്കറ്റിൽ സർവൈവ് ചെയ്ത് നിൽക്കാൻ വേറെ എന്താണ് വേണ്ടത് ഒരു എൻ്റർപ്രണർക്ക്? ക്രിയേറ്റിവിറ്റി, ടെക്നോളജി പ്ലസ് മാർക്കറ്റിൽ സർവൈവ് ചെയ്യാനായിട്ട് അതിന് ഞാൻ പറയൊരു ഷോർട്ട് കട്ടില്ല. അത് നിങ്ങളുടെ ക്വാളിറ്റി, നിങ്ങളുടെ ആഫ്റ്റർ സെയിൽസ് സർവീസ്, നിങ്ങളുടെ പെരുമാറ്റത്തെ ആശ്രയിച്ച് തന്നെ ഇരിക്കുകയുള്ളൂ. അല്ലാതെ അതിനകത്തൊരു വേറൊരു എന്താ പറയുക, ഒരു ജിമിക്സ് കാണിച്ചിട്ട് കാര്യമില്ല. എത്ര പേരെ കബളിപ്പിക്കാൻ പറ്റും? കുറച്ച് നാൾ വേണേൽ പറ്റുമായിരിക്കും, കുറേ നാൾ എല്ലാവരെയും സാധിക്കില്ല, നമ്മൾ പിടിക്കപ്പെടും. എന്ന് പറഞ്ഞ പോലെ മാർക്കറ്റിൽ നിലനിൽക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള ക്വാളിറ്റി വേണം, കൃത്യമായിട്ടുള്ള ആഫ്റ്റർ സെയിൽസ് സർവീസ് വേണം, ആദ്യം പറഞ്ഞ മാതിരി ക്രിയേറ്റിവിറ്റി വേണം, ടെക്നോളജി ലേറ്റസ്റ്റ് ആയിരിക്കണം. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു പ്രോഡക്റ്റ് വിജയിക്കുന്നത്. അല്ലാതെ ഞാൻ പലപ്പോഴും പറയും, ഞാൻ ഭാഗ്യത്തിൽ വിശ്വസിക്കുന്നില്ല. കാരണം ഭാഗ്യം എല്ലാ തവണയും ഭാഗ്യം ഉണ്ടാവില്ലല്ലോ. പക്ഷേ അതേസമയം എത്രയോ പേര് വിജയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊരു പ്രൊഫഷണലായിക്കോട്ടെ, ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സ്പോർട്സ്മാൻ ആയിക്കോട്ടെ, അവരുടെ അധ്വാനവും അവരുടെ ചിന്താഗതിയെ ആശ്രയിച്ചല്ലേ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ വർഷങ്ങൾക്ക് മുൻപ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് സാറ് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഈ മേഴ്സി കില്ലിങ്ങിനെ പറ്റിയിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെപ്പം മരിക്കണം എന്നുള്ളൊരു അവകാശം അതും നമുക്കുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അതേ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ആ ഒരു നിയമത്തിനോട് ഇപ്പോഴും എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഞാനിപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. എനിക്ക് 48 വയസ്സുള്ളപ്പോഴാണ് ഈ ഒരു ആശയം ഞാൻ കോടതിയിൽ പോയത്. ആ കോടതിയിൽ പോകാൻ കാരണം എനിക്ക് ഞങ്ങളുടെ നാടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്കൂൾ മാസ്റ്റർ അങ്ങേര് ആദ്യം കോടതിയിൽ പോയി ഇതുപോലെ മേഴ്സി കില്ലിങ് ചോദിച്ചിട്ട്. ആ സമയത്ത് അങ്ങേർക്ക് ഒരു 80 വയസ്സുണ്ടായിരുന്നു. കണ്ണ് കാണാൻ പറ്റാണ്ടായി, ചെവി കേൾക്കാൻ പറ്റാണ്ടായി. അപ്പോൾ അങ്ങേര് സ്ട്രേറ്റ് അവേ കോടതിയിൽ എനിക്ക് മേഴ്സി കില്ലിങ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് കോടതി കൊടുത്തത്. കോടതി അത് ആ കേസ് തള്ളിക്കളഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ അറിവിലേക്ക് പറയണ അദ്ദേഹം സൂയിസൈഡ് ചെയ്തു. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഈ കേസ് കുറച്ചും കൂടി ഒരു മയപ്പെടുത്തിയിട്ട് കൊടുത്തു നോക്കിയത്. അത് ഞാൻ പറഞ്ഞു, നേരിട്ട് മേഴ്സി കില്ലിങ് അല്ലെങ്കിലും നമുക്ക് മരുന്നുകൾ നിരസിക്കാനുള്ള അനുവാദമെങ്കിലും വേണം. കാരണം ഇപ്പോൾ ഞാൻ പറയുകയാണ്, എനിക്ക് വെൻറ്റിലേറ്റർ വേണ്ട, എനിക്ക് ആർട്ടിഫിഷ്യൽ ഫെസിലിറ്റീസ് വേണ്ടാന്ന് ഒരു രോഗിക്ക് തീരുമാനിക്കാനുള്ള അനുവാദം വേണം. ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താ? അതായത് രോഗി ഓർമ്മയില്ലാതെ കിടക്കുമ്പോൾ വീട്ടുകാരുടെ സമ്മതപത്രമല്ലേ വാങ്ങിക്കുന്നത്. അതേസമയം ഈ പറയുന്ന വ്യക്തി ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ നേരത്തെ കൂട്ടി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു പ്രാധാന്യം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഞാൻ കേസ് കൊടുത്തു നോക്കിയത്. അതും തള്ളിപ്പോയി. കാരണം അന്നത്തെ കാലത്ത് അതിനൊന്നൊരു പ്രസക്തി ഇല്ലായിരുന്നു, അല്ലെങ്കിൽ അതൊന്നും നമ്മുടെ നാട്ടിൽ. പക്ഷേ ഇപ്പോൾ ഈ പറയുന്നതൊക്കെ അനുവദനീയമാണ്. നിങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലിവിങ് വില്ല് എഴുതി വയ്ക്കാം. അതായത് നിങ്ങളുടെ
ഇങ്ങനെ അവസാന കാലഘട്ടത്തിൽ ഒക്കെ നിങ്ങൾക്ക് വെൻറ്റിലേറ്റർ പോലെയുള്ള കൃത്രിമ ഉപകരണങ്ങൾ എനിക്ക് ആവശ്യമില്ല എന്ന് നേരത്തെ കുട്ടി എഴുതി വെച്ചാൽ അത് പാലിക്കാനായിട്ട് ആശുപത്രിക്കാരും ഡോക്ടേഴ്സും ബാധ്യസ്ഥരാണ്. അതിനൊക്കെ ഇപ്പോൾ വാക്യത്തിൻ്റെ നിയമമായി. സാറ് വളരെ ഡിഫറെൻ്റ് ആയിട്ട് പല കാര്യങ്ങളിലും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ടുണ്ട്. അതൊരു എന്താ പറയുക, സാറിന് എന്താണോ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം എഴുതി ഇടുകയും അതിനൊക്കെ ഒരുപാട് പ്രതികരണങ്ങൾ വരികയും ഇടയ്ക്ക് അതൊക്കെ ചർച്ചയാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് പ്രതികൂട്ടലായ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ ഒരു സാഹചര്യത്തിലുണ്ട്. അന്ന് വണ്ടർലായിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായ സമയത്ത്, ഒരാൾക്ക് ആക്സിഡൻ്റ് ഉണ്ടായ സമയത്ത് സാർ അത്തരം കാര്യങ്ങളൊക്കെ സാർ എങ്ങനെയാണ് അത് മാനേജ് ചെയ്തത്? നമ്മളൊരു ബിസിനസ് നടത്തുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതോടൊപ്പം നമുക്ക് അഭിപ്രായങ്ങൾ പറയാനായിട്ട്, അതിപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള അഭിപ്രായങ്ങളോ പറയാനായിട്ടുള്ള പാടില്ല എന്ന് നിയമമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതുപോലെ പലതിനും പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി അവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നത് അത് ഓൾറെഡി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അത് അയാളുടെ സൈഡിൽ നിന്നുള്ളൊരു മിസ്റ്റേക്ക് കൊണ്ടാണ്. എന്നിട്ടും അയാൾക്ക് നമ്മളൊരു കോമ്പൻസേഷൻ കൊടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. അത് അയാൾ കേസ് കൊടുത്തത് കൊണ്ടായിരുന്നു അത്? അല്ല, ഇവൻ നമ്മൾ കോമ്പൻസേഷൻ ആദ്യമേ കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിവേ, അപ്പോൾ ഒരു സ്ഥാപനം നടത്തുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് വിചാരിച്ചിട്ട് ബിസിനസ്സുകാർ ഒന്നും മിണ്ടാൻ പാടില്ല എന്നൊന്നും പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഈ യാത്രകളൊക്കെ ചെയ്യുന്ന സമയത്താണ് സാറിന് ഒരുപാട് ഐഡിയാസ്, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഐഡിയാസ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. സാറിന് അത്തരത്തിൽ യാത്രകൾ ചെയ്തതിലൂടെ കിട്ടിയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളും, അതുപോലെ ഏത് സ്ഥലമാണ് സാറിന് പേഴ്സണലി പോകാനും അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആകർഷിച്ചിട്ടുള്ളത്? ഞാൻ യാത്രകൾ പലതും ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ യാത്രകളിൽ നിന്ന് നമുക്ക് പല പല ആശയങ്ങളും കിട്ടും. നേരത്തെ സൂചിപ്പിച്ചല്ലോ, അതായത് ഇപ്പോൾ വണ്ടർല തുടങ്ങിയത് തന്നെ അതിനെ തിരിഞ്ഞു നോക്കുമ്പോൾ അതിൻ്റെ മൂലകാരണം ആക്ച്വലി യാത്ര ചെയ്യുന്നതാണ് അതിൻ്റെ തുടക്കം. പക്ഷേ പിന്നെ അത് നമ്മൾ വികസിപ്പിച്ചെടുത്തു. അതുപോലെ തന്നെ ഈ ഇപ്പോഴുള്ള ഈ അടുത്ത് ചെയ്ത ചിറ്റലപ്പള്ളി സ്ക്വയർ എന്ന് പറഞ്ഞുള്ള ഒരു വെൽനസ് പാർക്ക്, അതുപോലും ആശയം വിദേശ രാജ്യങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ടൗണിലൊക്കെ സിറ്റിയിലൊക്കെ ഇതുപോലെയുള്ള റിക്രിയേഷൻ സെൻറ്ററുകളും വെൽനസ് സെൻറ്ററുകളും ജോഗിങ് ട്രാക്കും സൈക്ലിംഗ് ട്രാക്കും വണ്ടിയൊന്നും വരാതെ സ്വതന്ത്രമായിട്ട് നടക്കാനും അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ്, ആളുകൾക്ക് ഒത്തുകൂടാനുള്ള സൗകര്യങ്ങൾ, അതൊക്കെ അവിടുത്തെ മുനിസിപ്പാലിറ്റിയാണ് അറേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ കോർപ്പറേഷൻ. നമ്മുടെ നാട്ടിലെ പബ്ലിക് പാർക്കുകളൊന്നും അത്ര ഒരു വെൽ മെയിൻറ്റൈൻഡ് അല്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ട് പ്രൈവറ്റ് സെക്ടറിൽ ഒരെണ്ണം ആയിക്കൂടാന്ന് വിചാരിച്ചിട്ടാണ് അത് തുടങ്ങിയുണ്ടായത്. അങ്ങനെ എങ്ങനെ നോക്കിയാലും പലപ്പോഴും ഈ യാത്രകളാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വീഗാലാൻഡ് ഡെവലപ്പേഴ്സ് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഈ ചെടികളുടെ ആശയം, കെട്ടിടങ്ങളിൽ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിൽ ചെടികൾ നട്ടു വളർത്തിയാൽ നിലനിൽക്കുന്നുള്ളത് കണ്ടതൊക്കെ ഞാൻ വിദേശത്തൊക്കെ പോകുമ്പോൾ അവിടെ ഈവൻ പലയിടത്തും യൂറോപ്പിലൊക്കെ അങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ട്. സാറിൻ്റെ ഓഫീസിലും ഉണ്ട് അല്ല, അപ്പോൾ അത് കണ്ടിട്ടാണ് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ അതുപോലെ അത് കോപ്പി ചെയ്തുകൂടെ. ഞാൻ ധാരാളം കോപ്പി ചെയ്തിട്ടുണ്ട്, എനിക്കൊരു മടിയില്ല അത് പറയാനായിട്ട്. പക്ഷേ നമ്മളത് ചെയ്യുമ്പോൾ നമ്മുടെ കാലാവസ്ഥയ്ക്കും ഒക്കെ അനുസരിച്ച് അല്ലെങ്കിൽ അത് നിലനിൽക്കണമല്ലോ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ എല്ലാ കെട്ടിടങ്ങളിലും ചെടികൾ ധാരാളം. അപ്പോൾ ആ ചെടികൾ പലപ്പോഴും പലയിടത്തും മെയിൻറ്റെയിൻ ചെയ്യപ്പെടാതെ പോകാറുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് ഞാൻ തീരുമാനിച്ചു, ഓക്കെ, നമ്മളേറ്റവും കേരളത്തിൽ വളരെ സമൃദ്ധമായിട്ട് ഈവൻ റോഡ് സൈഡിൽ പോലും വളരുന്ന തരത്തിലുള്ള ചെടികളും പൂക്കളാണ് അവിടെ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല കാലാവസ്ഥയിലും അതവിടെ വളർന്നോളും. അല്ലാതെ വളരെയധികം പരിപാലിക്കപ്പെടേണ്ട ഒരു ചെടിയും നമ്മൾ കെട്ടിടങ്ങളിൽ വയ്ക്കാറില്ല. അത് വെച്ചാൽ അത് പുലിവാല, കാരണം അത്രയ്ക്ക് അറ്റൻഷൻ ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ളൊരു സാമാന്യ ബുദ്ധിയും കൂടി നമ്മളതിനകത്ത് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ഇപ്പോൾ ഫാമിലിയിൽ എല്ലാവരും ബിസിനസ്സിലുണ്ട്.
ഷീല മാം ആയാലും മക്കളായാലും ഒക്കെ ബിസിനസ്സിലുണ്ട്. അപ്പോൾ കുറച്ച് നാളായിട്ട് അവരെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ട് സാറ് കുറച്ച് ഫ്രീ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് സാറ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ കാര്യങ്ങളിലൊക്കെ പ്രവർത്തനങ്ങളിലും മുഴുകുകയാണ്. ഈ പ്രവർത്തനങ്ങളോടെ ഒരുപാട് ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുക, അങ്ങനെയുള്ള പ്രവർത്തികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇപ്പം ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നിന്നും വിരമിച്ചിരിക്കുന്നത്? അല്ല, നമുക്കൊരു ഏത് വ്യക്തിക്കും ഒരു ഗ്രാഫ് ഉണ്ടല്ലോ. അതായത് ഓക്കെ, ഒരു ഏജ് കഴിയുമ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ്സൊക്കെ എല്ലാവരും റിട്ടയർ സുഖമായിട്ട് വീട്ടിലിരിക്കുന്നു. ഇപ്പോൾ ഞാനും കുറച്ച് ജോലികളൊക്കെ, കുറച്ച് ഇത്തരം കാര്യങ്ങൾ സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ താല്പര്യം കാണിക്കുന്നു. പിന്നെ തന്നെയല്ല, നമ്മൾ മാറിക്കൊടുത്താൽ മക്കൾക്ക് ഒരു അവസരം ലഭിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ എൻ്റെ തലപ്പത്തിരിക്കുന്നിടത്തോളം കാലം മക്കൾക്ക് അവസരം ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതേസമയം ഇപ്പോഴും വീഗാലാൻഡ് ഡെവലപ്പേഴ്സിൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെയാണ് നോക്കുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? അത് വളരെ നല്ല നിലയിൽ പോകുന്നുണ്ട്. കാരണം അത് മെയിനായിട്ട് റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ്സ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു ആശയം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുക എന്നുള്ളൊരു ആശയം. അതിന് ഈ കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് കിടക്കാനുള്ള ധൈര്യം കിട്ടിയത് നമ്മൾ അപ്പോൾ പല കൺസ്ട്രക്ഷനിൽ ഏർപ്പെട്ടതിന് ശേഷം തന്നെയാണ്. അതായത് വണ്ടർല പോലുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കുകളിലുള്ള കൺസ്ട്രക്ഷനും പിന്നെ ഈ ഗാർഡിൻ്റെ കോർപ്പറേറ്റ് ഓഫീസൊക്കെ പണിതപ്പോൾ അതിലൊക്കെ ഒത്തിരി എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ചെടിയുടെ കാര്യത്തിലും അങ്ങനെ ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾ ആർക്കിടെക്ചർ പഠിച്ചിട്ടില്ലെങ്കിലും നമുക്ക് അതിലും കുറച്ചൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ആ ഒരു ധൈര്യം, പിന്നെ അതിലും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അതിന് പറ്റിയ ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ചിലരെ നമ്മൾ വീഗാഡിൽ നിന്ന് വലിക്കുന്നു, ചിലരെ വണ്ടർലയിൽ നിന്ന് വലിക്കുന്നു. അങ്ങനെ ഒരു ടീം ഉണ്ടാക്കി കൊടുക്കുന്നു. അവരാണ് പലതും കാര്യങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ അംഗീകാരങ്ങൾ ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൂടുക എന്നും കൂടി ഒരർത്ഥമുണ്ട്. അപ്പോൾ ഈ ഒരു പ്രായത്തിലെത്തി നിൽക്കുമ്പോഴും സാറിന് ഇപ്പോഴും ഒരു ഉത്തരവാദിത്തമുണ്ട്. സാറിൻ്റെ സൊസൈറ്റിയോട് അല്ലെങ്കിൽ ബിസിനസ്സിനോട് മക്കളോടൊക്കെ ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അങ്ങനെയൊന്നുമില്ല. അതായത് നമ്മൾ ആരോഗ്യമുള്ളിടത്തോളം കാലം ജോലി ചെയ്തുകൊണ്ടിരിക്കും. അത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കും. കാലത്തിനനുസരിച്ചുള്ള സാധിക്കാവുന്ന ജോലികൾ ചെയ്തുകൊണ്ടിരിക്കും എന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടന്ന് ഈ പ്രായം സാറിൻ്റെ സജീവമായിട്ട് തന്നെ ഇരിക്കാനുള്ള ഒരു പ്ലാനിലാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഒരുപാട് ആളുകൾക്ക് സാറിനെ കൊണ്ട് അങ്ങനെയുള്ള പ്രയോജനങ്ങളും അവസരങ്ങളും ഒക്കെ കിട്ടട്ടെ. താങ്ക് യു സർ. ഓക്കെ, പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.